ഗുഡ് മോർണിംഗ്. ബേസിക്കലി മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസ് ആയിരുന്നുവെങ്കിലും ചെറിയൊരു ഇഷ്യൂസ് വരുന്നത് ചെറിയ രീതിയിലാണ്. എഫ് ഐ ഐയുടെ ഇൻവെസ്റ്റ്മെൻറ്റിലെ ചെറിയ ഇഷ്യൂസുകളാണ്. ഞാനത് FII ആണെന്ന് അറിയിക്കാൻ വേണ്ടി പറയുന്നത്. അതിൽ നമ്മൾ നോക്കുമ്പോൾ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ ഇവരുടെ വേരിയേഷനാണ്. ഇൻഡെക്സ് ഫ്യൂച്ചറിൽ ഇവരുടെ വേരിയേഷനിൽ ഒരു ബെയറിഷ് ട്രെൻഡ് വന്നു എന്നുള്ളതും മറ്റുള്ള നമ്മൾ ക്ലയൻറ്റ് വൈസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ക്ലയൻറ്റുകളെ എടുക്കുകയാണെങ്കിൽ നമുക്കത് സ്ട്രോങ് ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. അത് ഇന്ത്യൻ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനായാലും ബുള്ളിഷ് കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു സെക്ഷനിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം. ഒരു നെഗറ്റീവ് ചെറുതായിട്ടുണ്ട്. എനിക്ക് മനസ്സിലാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അപ് ട്രെൻഡ് മാർക്കറ്റിൽ വരുമ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ട്. അപ് ട്രെൻഡ് പ്രോഫിറ്റ് വരുമ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു കാലത്ത് രണ്ട് രീതിയിൽ സംഭവിക്കാം. ഒന്ന് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഏകദേശം 40 പോയിൻറ്റ് ഡൗൺ ആണ്. ഈ കാലത്ത് തന്നെ ഓപ്പണിംഗ് ഒരു ഡൗൺ, അതിനൊരു ഏകദേശം ഒരു 15-20 മിനിറ്റിനുള്ളിൽ റിക്കവറി വരാം. അതല്ലാന്നുണ്ടെങ്കിൽ കറക്ഷൻസും വരാം. പക്ഷേ എനിക്ക് തോന്നുന്നു റിക്കവറി വരാനുള്ള പാത്തായിരിക്കും കൂടുതൽ. ഇത് 9 മണിയാകുമ്പോഴേക്കും ചിലപ്പോൾ റിക്കവറി മോഡിലും വരാൻ പറ്റും. അപ്പോൾ താഴ്ത്ത് വന്നാൽ റിക്കവറി ചെയ്യാനുള്ള സാധ്യത കൂടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 8 പോയിൻ്റ് ഇപ്പോൾ ഡൗൺ ഉള്ളൂ. ഞാൻ സമയം പറയുമ്പോൾ 7:49 8 പോയിൻ്റേ ഉള്ളൂ. ഇതാണ് ഞാൻ പറയുന്നത്. കറക്റ്റ് 9 മണിയാകുമ്പോഴേക്കുള്ള വേരിയേഷൻ വ്യത്യാസം വരാം. ഓക്കെ, അടുത്തത് ന്യൂസ് പറയുമ്പോൾ പ്രധാനമായിട്ട് വരുന്നത് HDFCയുടെയും കോട്ടക് മഹീന്ദ്ര ബാങ്കും ബജാജ് ഫിനാൻസ്, 3 എണ്ണമാണ്. HDFC ആൻഡ് കോട്ടക് മഹീന്ദ്ര ബാങ്ക് ആൻഡ് ബജാജ് ഫിനാൻസ്. ഇവർ ഈ മന്ത്ലി പെർഫോമൻസിൻ്റെ ഡീറ്റെയിൽസ് വന്നു. HDFCക്ക് വളരെ നല്ല പെർഫോമൻസ്, കോട്ടക് നല്ല പെർഫോമൻസ്, ബജാജ് ഫിനാൻസിൻ്റെ നല്ല പെർഫോമൻസ്. ഇനി ബാക്കിയുള്ള ബാങ്കുകളിലൊക്കെ കുഴപ്പമില്ല. ഇൻഡസ് ബാങ്കിനൊക്കെ ചെറിയ നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് പറയാം. നെറ്റ് നമുക്ക് എടുക്കുമ്പോൾ ബാങ്കിന് സപ്പോർട്ടീവായ ന്യൂസ് ഉണ്ട്. അത് ബാങ്ക് നിഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന വയ്ക്കണം. അപ്പോൾ ഓപ്പണിങ്ങിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് HDFCയുടെ മൂവ്മെൻറ്റ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. HDFCയുടെ മൂവ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ തന്നെ നമുക്ക് പ്ലസ് ട്രെൻഡിലേക്ക് പെട്ടെന്ന് വരാൻ പറ്റും. ഗോൾഡ് ബിസിനസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫ്യൂച്ചർ ട്രേഡിങ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ MCX എക്സ്ചേഞ്ച്. അപ്പോൾ പലർക്കും MCX എക്സ്ചേഞ്ചിനെ കുറിച്ചുള്ള ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. MCX എക്സ്ചേഞ്ച്, ഈ MCX എക്സ്ചേഞ്ചിൽ ഗോൾഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കുറച്ച് നെഗറ്റീവായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ച് കാണാൻ ഞാനിത് പറയാൻ വേണ്ടി നെഗറ്റീവാണ്. പക്ഷേ ഗോൾഡ് ഇയർലി ഹൈ എടുത്തേക്കാണ്. സ്വാഭാവികമാണ് 9 മണിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഗോൾഡിൽ അപ്രീസിയേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാവുന്ന 3-4 സിംബോൾസുകളുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഗോൾഡ് ട്രേഡിങ് വളരെ അട്രാക്റ്റീവായിട്ട് പോകുന്നുണ്ട്. FMCGയിലുള്ള നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമുക്ക് GST ഒക്കെ കുറച്ചുകൊണ്ട് തന്നെ FMCG കമ്പനികൾക്ക് വളരെ പെർഫോമൻസ് കിട്ടാൻ സാധിക്കും എന്ന് പറയുന്നു മുന്നോട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കൗണ്ടറുകൾ തന്നെയായിരിക്കും മാരിക്കോ, ITC, DMart. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. മാരിക്കോ, ITC, DMart. വലിയൊരു IPO, ടാറ്റ ക്യാപിറ്റൽ IPO, ടാറ്റ സൺസുമായിട്ട് ബന്ധപ്പെട്ട് ടാറ്റ ക്യാപിറ്റൽ IPO നല്ലതായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. ഫേസ് വാല്യൂ 10 രൂപ ആണ്. പ്രൈസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് പ്രൈസ് എന്നുള്ളത് നിങ്ങൾ 326 കൊടുക്കുന്നതായിരിക്കും നല്ലത്. കട്ട് ഓഫ് പ്രൈസ്. ലോഡ് സൈസ് 46 ആണ്. ഈ ഇൻഡിവിജ്വൽ ക്ലയൻ്റ് ആണെങ്കിൽ 2 lakhs-ഉം, എന്നാൽ HNI കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് കൂടുതൽ ഒരു 20 lakhs വരെ മുന്നോട്ട് പോകാവുന്ന ഓപ്ഷൻസുകളുണ്ട്. അപ്പോൾ മിക്കവാറും എല്ലാവരും HNI ക്ലാസ്സിൽ ചെയ്യാൻ ശ്രമിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ലിസ്റ്റിങ്ങും ഏകദേശം 13-ാം തീയതി തന്നെ ലിസ്റ്റിങ്ങും ഉണ്ടാവും. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ടാണ് ഓപ്പറേഷൻ. അപ്പോൾ ഈ ഒരു ടാറ്റ ക്യാപിറ്റൽ ട്രൈ ചെയ്യുന്നതുകൊണ്ട് തെറ്റ് കാണുന്നില്ല. പക്ഷേ ഒരു മിനിമം അഷുറൻസ് ലാഭമാണ് നമുക്ക് ഒരു 10 ദിവസം കൊണ്ട് കിട്ടാൻ സാധ്യതയുള്ളൂ. ലോങ് ടൈം പോസിറ്റീവാണ്. നിഫ്റ്റി ഏകദേശം 12 പോയിൻ്റ് ഡൗൺ ആണ്. 2-3 കാര്യം കൂടിയും പറഞ്ഞ് ക്ലോസ് ചെയ്യാം. ഒന്ന്, ഡോളർ ഇൻഡെക്സ് കുറച്ച് അപ്പ് ട്രെൻഡാണ്. ഇന്നലെ നെഗറ്റീവ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഗോൾഡ്. പക്ഷേ ഡോളർ ഇൻഡെക്സ് കുറച്ച് അപ്പാണ്. അതിൻ്റെ നെഗറ്റീവ്സ് നമുക്കുണ്ട്. 98 10 ആണ് നിൽക്കുന്നത്.
അതുപോലെ ഇന്ത്യ റുപ്പി ആയാലും 88.77, ഇതും ഇന്നലത്തെ റേറ്റ് തന്നെ. ഡോളർ ടെക്സിലെ ചെറിയൊരു പ്രഭാവം നമുക്ക് നെഗറ്റീവാണ്. M&Mൻ്റെ പുതിയ മോട്ടറിൻ്റെ പുതിയ വണ്ടിയുടെ ലോഞ്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിൽക്കുന്നു, പോസിറ്റീവായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. മഹീന്ദ്ര അതുപോലെ വോഡാഫോണിൻ്റെ AGRൻ്റെ ഇന്നും കോട്ടയായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ വരാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കാവുന്നതാണ്. ബിറ്റ് കോയിൻ ഹൈ ആണ്, ഗോൾഡ് ഹൈ ആണ്, സിൽവർ ഹൈ ആണ്. ഈ സെക്ഷനൊക്കെ ഹൈ ആയിട്ട് നിൽക്കുന്നു. IPA കോൺസെൻട്രേറ്റ് ചെയ്യാവുന്നതാണ്. ടോട്ടൽ മാർക്കറ്റ് നോക്കുമ്പോൾ US മാർക്കറ്റും അപ് ട്രെൻഡാണ്. അപ്പോൾ ഏഷ്യൻ മാർക്കറ്റിലും ഒരു ജപ്പാൻ ഹൈ മൂവ്മെൻറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ന്യൂസ് ഉണ്ട്. ബാക്കിയുള്ള മാർക്കറ്റിൽ എല്ലാം ഒരു അപ് ട്രെൻഡ് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞത് 24,900, 24,947, 24,900, 24,900 താഴെ പോവുകയാണെങ്കിൽ മാത്രമാണ് നെഗറ്റീവ്. പക്ഷേ നിങ്ങൾക്കറിയാം ചിലപ്പോൾ ഈ റേഞ്ചിൽ വന്ന് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക് യു.